അനുഗ്രഹിക്കപ്പെട്ടവരെ, സിംഹാസനാരോഹണത്തിന് വിധേയമാകുന്ന മെത്രാപ്പൊലീത്ത തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഈ സമയത്ത് കാർമികൻ ഓക്സിയോസ് 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 ആബൂന്മാർ പോളികർപ്പോസ് മെത്രാപ്പൊലീത്ത എന്നുള്ള ആ പാസേജ് ടെക്സ്റ്റ് ചൊല്ലുന്നു. ആ സമയത്ത് ജനം, അതിനുശേഷം ജനം ഓക്സിയോസ് 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 എന്ന് 3 തവണ ആ ടെക്സ്റ്റ് പറയുന്നു. ആ സമയത്ത് സിംഹാസനം ഉയർത്തുകയും ആ ഉയർത്തപ്പെട്ട സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മെത്രാപ്പൊലീത്ത ജനത്തെ ആശീർവദിക്കുകയും ചെയ്യും. ഓക്സിയോസ് എന്നുള്ള പദത്തിന്റെ അർത്ഥം യോഗ്യൻ. ഈ സ്ഥാനത്തിന് ഇദ്ദേഹം യോഗ്യൻ എന്ന് എല്ലാവരും ഉച്ചത്തിൽ അട്ടഹസിച്ച് പറയുന്ന സന്ദർഭമാണിത്. ഓക്സിയോസ് 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 ആബൂന്മാർ പോളികർപ്പോസ് യൂഹാനോൻ മെത്രാപ്പൊലീത്ത മറയീസോ അങ്കമാലി ലഗീസോ കാദീസോ കാലോഹോ ഓതോദുസോ മദനഹോ ദൈവത്തിന്റെ പരിശുദ്ധ സഭയാകുന്ന പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിലെ അങ്കമാലി മെത്രാസന ഇടവകയ്ക്ക് ആബൂന്മാർ പോളികർപ്പോസ് യൂഹാനോൻ മെത്രാപ്പൊലീത്ത യോഗ്യൻ 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 ആബൂന്മാർ പോളികർപ്പോസ് യൂഹാനോൻ മെത്രാപ്പൊലീത്ത മറയീസോ അങ്കമാലി ലഗീസോ കാദീസോ കാലോഹോ ഓതോദുസോ മദനഹോ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ സ്ഥാപിക്കുവാൻ അഥവാ ഇദ്ദേഹത്തിന് പരിശുദ്ധ സഭ നൽകുന്ന അധികാരപത്രം ഇവിടെ കടനാട് ഭദ്രാസനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയസ് മെത്രാപ്പൊലീത്ത വായിക്കുന്നതാണ്. നമ്പർ 150/2009 സ്വയസ്ഥനും ആദ്യമില്ലാത്തവനും സാരാംശ സമ്പൂർണമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയുമായ മോറാൻമാർ ബസേലിയോസ് മാർത്തോമ ദിദീമോസ് പ്രഥമൻ മുദ്ര. നമുക്ക് എത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ എല്ലാ മെത്രാപ്പൊലീത്തന്മാർക്കും കോർബിസ്കോപ്പന്മാർക്കും വൈദികർക്കും ഷമ്മാസന്മാർക്കും ദേറാക്കാർക്കും സകല വിശ്വാസികൾക്കും നമ്മുടെ കർത്താവായ യേശു മിശിഹായിൽ നിന്ന് വാഴ്വും സമാധാനവും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, 2009 ഫെബ്രുവരി മാസം 19-ാം തീയതി പരിശുദ്ധവും പരിപാവനവുമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പരിശുദ്ധ മദ്ബഹായിൽ വെച്ച് പരിശുദ്ധ സഭയുടെ കീഴ്നടപ്പും ഭരണഘടനയും പാരമ്പര്യവും അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദിവ്യശ്രീ എൽദോറംബാനെ യൂഹാനന്മാർ പോളികർപ്പോസ് എന്ന പേരിൽ മെത്രാപ്പൊലീത്തയായി വാഴിക്കുകയുണ്ടായി. പരിശുദ്ധ സഭയുടെ വിശ്വാസത്തോടും പാരമ്പര്യത്തോടും തനിക്കുള്ള ഭക്തിയും കൂറും വ്യക്തമാക്കുന്ന ഉടമ്പടിയായ ശൽമൂസ അഭിനവ മെത്രാപ്പൊലീത്ത നമുക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2009 ഫെബ്രുവരി മാസം 24-ാം തീയതി കൂടിയ നമ്മുടെ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയും 2009 ഫെബ്രുവരി മാസം 25-ാം തീയതി കൂടിയ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതദോസും യൂഹാനന്മാർ പോളികർപ്പോസ് മെത്രാപ്പൊലീത്തയെ അങ്കമാലി മെത്രാസനത്തിന് സ്വതന്ത്ര ചുമതലയുള്ള
മെത്രാപ്പൊലീത്തായി നിയമിക്കണമെന്ന് നമ്മോട് ശുപാർശ ചെയ്യുകയുണ്ടായി. ഈ ആലോചനയും ശുപാർശയും ഉത്തമവും ഉചിതവുമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി. അതിൽ പ്രകാരം മലങ്കരയിലെ പരിശുദ്ധ സഭയുടെ അതിപുരാതനമായ അങ്കമാലി മെത്രാസനത്തിൽ പുണ്യവാന്മാരായ എമ്പാട്ടി ഗീവർഗീസ് മാർ കൂറിലോസ്, കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ്, കുറ്റിക്കാട് പൗലോസ് മാർ അത്താനാസിയോസ്, വയലിപ്പറമ്പിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ്, കളപുരയ്ക്കൽ ഫിലിപ്പോസ് മാർ തെയോഫിലോസ് എന്നീ പൂർവ്വപിതാക്കന്മാരുടെയും അഭിവന്ദ്യനായ പൗലോസ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലീത്തായുടെയും ബലഹീനായ നമ്മുടെയും പിൻഗാമിയായി അതിവിശുദ്ധമായ ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിലെ പ്രത്യേക മദ്വഹായിൽ വെച്ച് യൂഹാൻമാർ പോളികർപ്പോസ് മെത്രാപ്പൊലീത്തായെ അങ്കമാലി മെത്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തായെ നിയമിച്ച് സ്ഥാനാരോഹണം നൽകി നാം പ്രഖ്യാപിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായിൽ നിന്നും പരിശുദ്ധ ശ്രീകന്മാർ മുഖാന്തരം പരിശുദ്ധ പിതാക്കന്മാർ വഴി പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ പ്രധാന മേലധ്യക്ഷനായി നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വർഗീയവും ദിവ്യവുമായ അധികാരത്താൽ ഈ സ്ഥാപിക്കുവാൻ, അതായത് അധികാരപത്രം അങ്കമാലി മെത്രാസനത്തിന്റെ യൂഹാനന്മാർ പോളികർപ്പോസ് മെത്രാപ്പൊലീത്തായിക്ക് നാം നൽകുന്നു. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായും എന്ന നിലയിൽ നമ്മോടും നമ്മുടെ എപ്പിസ്കോപ്പൽ സുന്നതോസിനോടുമുള്ള വിധേയത്വത്തിലും നമ്മുടെ സഭാ കാനൂനുകളും പാരമ്പര്യങ്ങളും മലങ്കര സഭാ ഭരണഘടനയും അനുസരിച്ച് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന മെത്രാസനത്തിൽ ഇപ്പോഴുള്ളവയും ഇനി ഉണ്ടാകുന്നതുമായ എല്ലാ ഇനവ പള്ളികളും മെത്രാസനമല്ല പൊതുസ്ഥാപനങ്ങളും നിയമപ്രകാരം ഭരിക്കുന്നതിനും അവയുള്ള സഭാമക്കളെ വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവിന്റെ വഴികളിൽ മേയിച്ച് നടത്തുന്നതിനും ഓർപ്പിസ്കോപ്പാന്മാർക്കും പട്ടക്കാർക്കും ഷമ്മാശന്മാർക്കും ശേഷം വൈദിക ഗണങ്ങൾക്കും ധൈര്യക്കാർക്കും പട്ടം കൊടുക്കുന്നതിനും അവരെ ആവശ്യാനുസരണം ഭദ്രാസനത്തിലെ പള്ളികളിലും മറ്റ് സ്ഥാപനങ്ങളിലും യഥാവിധി നിയമിക്കുന്നതിനും മാറ്റുന്നതിനും നീക്കുന്നതിനും പള്ളികൾ, തബലീത്താകൾ എന്നിവ കൂദാശ ചെയ്യുന്നതിനും മാമോദീസാകൾക്കും രോഗികൾക്കുള്ള അഭിഷേക തൈലം, ശൈത്യതൈലം വിശുദ്ധീകരിക്കുന്നതിനും പള്ളികൾ, ചാപ്പലുകൾ, കുരിശുപള്ളികൾ, കുരിശുതൊട്ടികൾ മുതലായവ സ്ഥാപിക്കുന്നതിനും മെത്രാസനത്തിന്റെയും അതിലുള്ള പള്ളികളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ജനങ്ങളുടെയും പൊതുവായി സഭയ്ക്കും അതിന്റെ അഭ്യുന്നതിക്കും ആവശ്യമായ ആത്മീയവും ദൈവികവും ലൗകികവുമായ എല്ലാ കാര്യങ്ങളും യഥാക്രമം അന്വേഷിക്കുന്നതിനും നടത്തിക്കുന്നതിനും വൈദികരിലോ ജനങ്ങളിലോ ശാസനയ്ക്കും ശിക്ഷയ്ക്കും അർഹരായവരെ ശാസിക്കുന്നതിനും ശിക്ഷിക്കുന്നതിനും കെട്ടുന്നതിനും അഴിക്കുന്നതിനും ദൈവിക നീതിമാർഗത്തിലൂടെ നയിക്കുന്നതിനും ജീവൻ നൽകുന്ന നമ്മുടെ കർത്താവിന്റെ സുവിശേഷം പുറജാതിയുടെ പ്രചരിപ്പിക്കുന്നതിനും വിശ്വസിക്കുന്നവരെ സഭാ തൊഴുത്തിലേക്ക് സ്വീകരിക്കുന്നതിനും സഭാ ചട്ടങ്ങൾക്ക് അനുസൃതമായി നീതി നിർവഹണം ചെയ്യുന്നതിനും മെത്രാസനത്തിന്റെ കെട്ടുപണിക്ക് കൊള്ളാവുന്ന ചട്ടങ്ങൾ സഭയ്ക്കും അതിന്റെ നടപടികൾക്കും വിധേയമായി നിശ്ചയിക്കുന്നതിനും നമ്മുടെ കർത്താവ് യേശുമിശിഹായിൽ നിന്ന് തന്റെ അപ്പോസ്തലന്മാർ വഴിയായി സഭാപിതാക്കന്മാർക്കും അവർ വഴിയായി ബലഹീനായി നമുക്ക് ലഭിച്ചിട്ടുള്ള അത്യുന്നത പൗരോഹിത്യ അധികാരം ഇപ്രകാരം ഇനി ഒരു കൽപ്പന ഉണ്ടാകുന്നവരെ ഇത് മുഖാന്തരം നാം യൂഹാനന്മാർ പോളികർപ്പോസ് മെത്രാപ്പൊലീത്തായെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അഭിനന്ദനായ യൂഹാനന്മാർ പോളികർപ്പോസ് മെത്രാപ്പൊലീത്തായെ അനുസരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ നമ്മെയാണ് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതെന്ന് നാം ഓർമ്മിപ്പിക്കുന്നു. ബലഹീനരായ ഞങ്ങളെ കൈക്കൊണ്ട് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവൻ ഞങ്ങളെ വിളിച്ച് നിയമിച്ചാക്കിയ നമ്മുടെ കർത്താവും ദൈവവുമായ യേശുമിശിഹായെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അത് മുഖാന്തരം തന്നെ കൽപ്പിച്ചയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നു എന്നാണല്ലോ നമ്മുടെ കർത്താവിന്റെ കൽപ്പന. ആകയാൽ ഏവവിധമുള്ള ഈ കാര്യങ്ങൾ മുഖാന്തരമായി നമ്മുടെ കർത്താവും അവന്റെ പിതാവും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബഹുമാനിക്കപ്പെടുന്നുവെന്ന് നിങ്ങളെല്ലാവരും ഓർക്കണം. നിങ്ങൾ അനുസരണമുള്ളവരും ചൊല്ലുവിളിയുള്ളവരുമായി തീരുവാൻ നമ്മുടെ കർത്താവിനോട് ബലഹീനായ നാം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മുഖാന്തരം നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്നതിനും നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ച് ദൈവസ്നേഹത്താൽ വളരുന്നതിനും നിങ്ങളുടെ സ്നേഹവും അനുസരണവും സത്യക്രിസ്ത്യാനികൾക്ക് യോഗ്യമായിരിക്കുന്ന പ്രകാരം പൂർണ്ണവും തികവുള്ളതുമായി തീരുവാനും അത് മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാനും നാം കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ മെത്രാസനത്തിൽപ്പെട്ടവരോടെന്നവണ്ണം ബലഹീനായി നാം പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ
വാത്സല്യ മക്കളെ, അദ്ദേഹം നിങ്ങളുടെ ഇടയിൽ പിതാവായിരിക്കുന്ന പ്രകാരം വിശുദ്ധ കുർബാനയിൽ ഒന്നാം ദുബുദനിൽ നിങ്ങളുടെ മേൽപ്പെട്ടക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പേരോർത്തുകൊള്ളണം. പരിശുദ്ധ സഭയിൽ നിലവിലിരിക്കുന്ന പതിവനുസരിച്ച് ഇടവ മെത്രാപ്പൊലീത്തായ്ക്കുള്ള എല്ലാ കാനൂനിക ഭോഗങ്ങളും കൈമുത്തുകളും നിങ്ങൾ അദ്ദേഹത്തിന് നൽകിക്കൊള്ളണം. അദ്ദേഹത്തോട് നിങ്ങൾ ഭക്തിപൂർവ്വം വർദ്ധിക്കുകയും അദ്ദേഹത്തിന്റെ കൽപ്പനകൾ നിങ്ങൾ സന്തോഷപൂർവ്വം അനുസരിക്കുകയും വേണം. അദ്ദേഹത്തിന് പരിശുദ്ധ സഭയിൽ നിന്നും നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാനത്തിന് വിഹിതമായിരിക്കുന്ന ബഹുമാനാദരവുകൾ അദ്ദേഹത്തോടെ കാണിക്കുകയും ചെയ്യണം. നമ്മുടെ സഹോദരൻ അഭിമന്യ യുവകാരന്മാർ പോളികർപ്പോസ് മെത്രാപ്പൊലീത്ത നിങ്ങളോട് ദൈവസ്നേഹത്തിൽ പെരുമാറുവാനും നമ്മുടെ പരിശുദ്ധ ഓർത്തഡോക്സ് സഭയുടെ ശരിയായ മാർഗത്തിലൂടെ ദീർഘക്ഷമയോടും ദൈവാശ്രയത്തോടും നിങ്ങൾ നയിക്കുവാനും പ്രത്യേക പരിശുദ്ധ സഭയുടെ കെട്ടുപണിയിൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുവാനും സഭാ ഭരണഘടനയ്ക്ക് അനുസരിച്ച് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതോസിന്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായും അപ്പോഴപ്പോൾ നാം നമ്മുടെ പിൻഗാമികളിൽ നൽകുന്ന ആജ്ഞകൾ അനുസരിച്ചും മെത്രാസന ഭരണം നിർവഹിക്കുവാനും അദ്ദേഹത്തിന്റെ സ്ഥാനാഭിഷേക വേളയിൽ അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള ശൽമൂസായിൽ പ്രതിജ്ഞ ചെയ്ത പ്രകാരം നടപ്പാനും നാം അദ്ദേഹത്തോട് ആജ്ഞാപിച്ചിട്ടുണ്ട്. ദൈവതമ്പുരാൻ അദ്ദേഹത്തോട് കൂടെ ഇരുന്ന് കരുണയോടെ അദ്ദേഹത്തെ കാത്തുകൊള്ളുകയും തന്നെ പരിപാലിപ്പിച്ചിരിക്കുന്ന ആളുകളെ തിരിക്കുന്ന പ്രകാരം മേയിച്ചു ഭരിക്കുവാൻ കൃപയും ജ്ഞാനവും അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുമാറാകട്ടെ. 5 താലന്തുകാരനും 2 താലന്തുകാരനും കേട്ട സന്തോഷകരമായ അനുഗ്രഹ വാക്കുകൾ അദ്ദേഹവും സാക്ഷാത്തായ സത്യയിടയിൽ നിന്ന് അഥവാ നമ്മുടെ കർത്താവിൽ നിന്ന് കേൾക്കുവാൻ ഇടയാകുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മുഖാന്തരം സമാധാനവും ശാന്തിയും നിറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവുകയും ആ സ്വർഗീയ നന്മ കൊണ്ട് നിങ്ങൾ ഐശ്വര്യ സമ്പന്നരാകുകയും ചെയ്യുമാറാകട്ടെ. ദൈവം തമ്പുരാൻ അനുഗ്രഹങ്ങളും വാഴുകളും നിറഞ്ഞ കാണപ്പെടാവുന്നതല്ലാത്തതിന്റെ വലതുറും കൈ ബലഹീനായ നമ്മുടെ വലതു കൈയോടുകൂടെ നീട്ടിത്തന്ന് നിങ്ങളെയും മെത്രാസനത്തെയും കുടുംബങ്ങളെയും നിങ്ങളുടെ കൃഷികളെയും കച്ചവടങ്ങളെയും അതുപോലെ നിങ്ങളുടെ വലതുകയും ഇടതുകയും കൊണ്ട് അധ്വാനിക സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും അവയെ 30,000, 60,000, 100,000 വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ ബുദ്ധന്റെ കൃപയും പരിശുദ്ധ കുർബാനയുടെ സംബന്ധവും സഹവാസവും ഈ ദിവ്യമായ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരോടും അവരുടെ ഭവനങ്ങളോടും നമ്മുടെ എല്ലാ വാങ്ങിപ്പോയവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ആയത് ദൈവമാതാവായ പരിശുദ്ധ മറിയാമ്മയുടെയും ഇന്ത്യയുടെ കാവൽപിതാവും പരിശുദ്ധദേശം മുഴുവൻ അപ്പോസ്തലനുമായ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെയും പരിശുദ്ധ കാതോലിക്ക ആരുടെ നാമത്തിൽ അറിയപ്പെടുന്നു ആ മഹാപരിശുദ്ധനായ മാർ ബസേലിയോസിന്റെയും നമ്മുടെ പരിശുദ്ധ പിതാവായ പരിമലവാൻ ഗ്രിഗോറിയോസിന്റെയും മാർ ദിവന്യാസൂസിന്റെയും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളെയും പ്രാർത്ഥനകളാൽ തന്നെ സ്വർഗ്ഗസ്ഥനായ